നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 3-ന് തായ്ലൻഡിലേക്ക് പോകും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ അഗ്നിസേനാ വിഭാഗത്തിന്റെ നവീകരണത്തിന് 1604 കോടിയിൽപ്പരം രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം നൽകി. മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ 10 പേർക്ക് എച്ച്ഐവി ബാധിച്ച വളാഞ്ചേരിയിൽ ആരോഗ്യവകുപ്പിന്റെ രക്തപരിശോധന ഇന്ന് തുടങ്ങും. ഐഎസ്എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം 2025 ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിത ട്രിബ്യൂണലിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. 2 ദിവസത്തെ പരിപാടിയിൽ പരിസ്ഥിതി നയരൂപീകരണ വിദഗ്ധരും ഈ മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും. പരിസ്ഥിതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രായോഗിക പരിഹാരങ്ങൾ രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണ നിയന്ത്രണം, ജൈവ വൈവിധ്യ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയുൾപ്പെടെ പരിസ്ഥിതി നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ഇന്ത്യയിലെയും ലോകത്തെയും പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പാക്കാൻ അർത്ഥവത്തായ സംവാദമാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 3 മുതൽ 2 ദിവസം തായ്ലന്റ് സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ തായ്ലന്റ് സന്ദർശനമാണിത്. ആസിയാനിലെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയും ഇന്ത്യയുടെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ് തായ്ലന്റ്. ഇന്ത്യയ്ക്കും തായ്ലന്റിനുമിടയിൽ ചരിത്രപരവും ഊഷ്മളവുമായ ഉഭയകക്ഷി ബന്ധങ്ങളുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ അഗ്നിസേനാ വിഭാഗത്തിന്റെ നവീകരണത്തിനും വികസനത്തിനും 1604 കോടിയിൽപ്പരം രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്, ഗുജറാത്ത്, ബീഹാർ സംസ്ഥാനങ്ങളിലെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ദുരന്തങ്ങൾ നേരിടാൻ 28 സംസ്ഥാനങ്ങൾക്ക് നടപ്പു സാമ്പത്തിക വർഷം 19,000 കോടിയിൽപ്പരം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്കും 3229 കോടിയിലേറെ രൂപ സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധിയിലേക്കും നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗത്തിൽ അറിയിച്ചു. 2023 ഒക്ടോബറിൽ സിക്കിമിലെ മഞ്ഞ് തടാകം പൊട്ടിയൊലിച്ചുണ്ടായ പ്രളയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 555 കോടി രൂപയും അനുവദിച്ചു. മെയ് 1 മുതൽ എടിഎമ്മുകളിൽ നിന്ന് 5 തവണയിൽ കൂടുതൽ പണം പിൻവലിക്കുമ്പോൾ ഈടാക്കുന്ന ഫീസ് 2 രൂപ വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾക്ക് ആർബിഐ അനുമതി നൽകി. ഇതോടെ ഓരോ ഇടപാടിനും 23 രൂപ സർവീസ് ചാർജ് ഈടാക്കും. നിലവിൽ ഇത് 21 രൂപയായിരുന്നു. വീട്ടിൽ നിന്ന് കത്തിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി നിയമിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി. ജസ്റ്റിസ് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്ന് സുപ്രീംകോടതി അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റംസാന് മുന്നോടിയായി ഐക്യ അറബി എമിറേറ്റ്സ് 500 ഇന്ത്യൻ തടവുകാർക്ക് മാപ്പ് നൽകി. കഴിഞ്ഞ വർഷം റംസാനും യുഎഇ ദേശീയ ദിനവും മുൻനിർത്തി 944 തടവുകാരെയാണ് മോചിപ്പിച്ചത്. ഇന്ത്യയ്ക്കും യുഎഇക്കുമിടയിലെ ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് വിലയിരുത്തുന്നു. മ്യാൻമറിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 150 കടന്നു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ദുരിതബാധിതർക്ക് സഹായവുമായി ഇന്ത്യ 15 ടൺ അവശ്യവസ്തുക്കൾ മ്യാൻമറിലേക്ക് അയച്ചു. സഹായം എത്തിക്കുന്നതിനായി ഹിൻഡൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ C-130J വിമാനം യാത്ര തിരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ എക്സലൻസ് അവാർഡ് മന്ത്രി വി ശിവൻകുട്ടി രാവിലെ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. 13 മേഖലകളിലെ മികച്ച സ്ഥാപനങ്ങൾക്കാണ് അവാർഡ് നൽകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് വിലയിരുത്തും. വൈകിട്ട് കിർത്താഡ്സിന്റെ നെർഥി ഗോത്ര സാഹിത്യോത്സവത്തിന്റെ സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. എം കെ രാഘവൻ എംപിയും പരിപാടിയിൽ സംബന്ധിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ 21 മുതൽ 27 വരെ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട് പീലിക്കോട് കാലിക്കടവ് മൈതാനത്ത് നടത്തും. പരിപാടിയുടെ പ്രാദേശിക സംഘാടക സമിതി യോഗം എം രാജഗോപാലൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസന്റെ റിപ്പോർട്ട്.
ഏപ്രിൽ 21 മുതൽ 27 വരെ കാലിക്കടവ് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പ്രദർശനമേള കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സർക്കാർ നടത്തിയ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയാവുമെന്നും സംസ്ഥാനതലത്തിൽ തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഉദ്ഘാടനം നടത്താൻ സാധിക്കണമെന്നും MLA പറഞ്ഞു. പ്രദർശന വിപണനമേളയുടെ ഭാഗമായി ഏപ്രിൽ 21 രാവിലെ 10 കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിൽ മുഖ്യമന്ത്രി വിവിധ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, വിദ്യാർത്ഥികൾ, കലാസാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവരുമായി സംവദിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഭാത യോഗവും ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണനമേളയും നടക്കും. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്ലേ ഓഫിൽ രാത്രി 7:30 ബംഗളൂരു മുംബൈ സിറ്റിയെ നേരിടും. അടുത്ത മാസം 12-നാണ് ഫൈനൽ. ചെന്നൈയിൽ IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ 50 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 7:30 അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ താരം മനീഷ ഭൻവാല രാജ്യത്തിനുവേണ്ടി ആദ്യ സ്വർണം നേടി. ജോർദാനിലെ അമ്മാനിൽ മറ്റൊരു വനിതാ താരം ആന്റിം പൻകൽ വെങ്കലവും നേടിയിട്ടുണ്ട്. പുരുഷ വിഭാഗം ഫ്രീസ്റ്റൈൽ മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. മയക്കുമരുന്ന് കുത്തിവച്ചതിലൂടെ 10 പേർക്ക് HIV ബാധിച്ച വളാഞ്ചേരിയിൽ ആരോഗ്യവകുപ്പ് ഇന്ന് രക്തപരിശോധന തുടങ്ങും. ആദ്യഘട്ടത്തിൽ അതിഥി തൊഴിലാളികളുടെ രക്തമാണ് പരിശോധിക്കുന്നത്. HIV സ്ഥിരീകരിച്ച 10 പേരിൽ ഒരാൾ മാത്രമാണ് വളാഞ്ചേരി സ്വദേശിയെന്നും ശേഷിക്കുന്നവർ പലയിടത്തുനിന്നും ലഹരി ഉപയോഗത്തിന് വളാഞ്ചേരിയിൽ എത്തിയവരാണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ലഹരിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. സംസ്ഥാനത്തെ ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 48ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന നിരാഹാര സമരവും തുടരുകയാണ്. ഗവൺമെന്റും പ്രതിപക്ഷവും ആശാപ്രവർത്തകരെ വഞ്ചിച്ചെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രശ്നത്തിൽ ഇടപെട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാത്തതെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിൽ എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത ആലപ്പുഴയിലെ ആശാപ്രവർത്തകരുടെ ഒരു മാസത്തെ ഓണറേറിയം തടഞ്ഞ സംഭവം അധികാരത്തിന്റെ ധാർഷ്ട്യമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. തരം താഴ്ന്നതും ക്രൂരവുമായ പ്രതികാര നടപടിയാണിതെന്ന് വേണുഗോപാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. BJP കോർ യോഗത്തിൽ എമ്പുരാൻ സിനിമയെപ്പറ്റി ചർച്ച നടത്തിയെന്ന മാധ്യമ വാർത്തകൾ സത്യവിരുദ്ധമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധീർ അറിയിച്ചു. ഈ വാർത്ത മാധ്യമങ്ങൾ പിൻവലിക്കണമെന്ന് BJP അഭ്യർത്ഥിക്കുന്നതായി സുധീർ പറഞ്ഞു. മധ്യവേനലവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്നടയ്ക്കും. SSLC പരീക്ഷ ഈ മാസം 26-ന് അവസാനിച്ചിരുന്നു. ഇന്നത്തെ 1ാം വർഷ ഇംഗ്ലീഷ് പരീക്ഷയോടെ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കും സമാപനമാകും. പരീക്ഷയുടെ അവസാന ദിവസത്തെ കുട്ടികളുടെ ആഘോഷങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയിട്ടുണ്ട്. വേനലവധിക്കാലത്തെ തിരക്കൊഴിവാക്കാൻ 4 ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ചതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം മംഗളൂരു, തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് അടുത്ത മാസം 5, 6, 7, 13, 14 തീയതികളിലും തിരുവനന്തപുരം മംഗളൂരു, തിരുവനന്തപുരം മലബാർ എക്സ്പ്രസിന് 3, 4, 5, 6, 7, 13, 14 തീയതികളിലുമാണ് അധിക സ്ലീപ്പർ കോച്ചുകൾ അനുവദിച്ചത്. ഏഴിമല നാവിക അക്കാദമിയിലെ കോസ്റ്റ് ഗാർഡ് ട്രെയിനി ഓഫീസർ R. രബിജിത്ത് പരിശീലനത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. മാഹി പള്ളൂർ സ്വദേശിയാണ് 24-കാരനായ രബിജിത്ത്. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലാണ് നാടിന്റെ പൈതൃകത്തിന്റെ കാതലെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കൊട്ടാരക്കര ആർട്സ് ഫെസ്റ്റ് വാദ്യാഘോഷം 2025 സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃശൂർ പൂരം വെടിക്കെട്ടിന് സ്ഫോടക വസ്തു നിയമ ഭേദഗതി പ്രകാരം ഇളവ് നൽകുന്ന കാര്യത്തിൽ കേന്ദ്രം ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചു. ഇളവ് ആവശ്യപ്പെട്ട ദേവസ്വങ്ങൾ കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും തീരുമാനം വൈകുകയാണെന്ന് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ CRC ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സന്ദർശിച്ചു. ചേവായൂരിലെ കൃത്താഴ്സ് ക്യാമ്പസിൽ ഗോത്ര സാഹിത്യോത്സവത്തിലെ ഓപ്പൺ ഫോറത്തിലും ചീഫ് സെക്രട്ടറി പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 3-ന് തായ്ലന്റിലേക്ക് പോകും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ അഗ്നിസേനാ വിഭാഗത്തിന്റെ നവീകരണത്തിന് 1604 കോടിയിൽപ്പരം രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം നൽകി. മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ 10 പേർക്ക് HIV ബാധിച്ച വളാഞ്ചേരിയിൽ ആരോഗ്യവകുപ്പിന്റെ രക്തപരിശോധന ഇന്ന് തുടങ്ങും. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും.